ഇന്നലെ മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യൽ മാച്ചാണല്ലോ. ഒരു പക്ഷേ ഒരു സാധ്യതകൾ വളരെ കുറവാണെങ്കിലും മുംബൈയെ സംബന്ധിച്ച് ഒരു ക്രൂഷ്യൽ മാച്ചായിരുന്നു. പക്ഷേ വാംഗ്രയിൽ ഇന്നലെ ശരിക്കും പെർഫോം ചെയ്തത് നേരത്തെ പറഞ്ഞൊരു പുരാനാണ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം ഇന്നലെ 21 പന്തിലാണ് അങ്ങനെ ഒരു അർദ്ധ സെഞ്ചുറിയിലേക്ക് കടക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഇന്നിങ്സ് ഈ ഒരു അതെ അതെ അതെ. അപ്പോൾ ഇന്നലെ പിന്നെ ബൗളർമാരെ സംബന്ധിച്ചിടത്തോളം അവർ നന്നായിട്ട് അടി വാങ്ങി എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എല്ലാവരും അത്യാവശ്യം അടി വാങ്ങും. പക്ഷേ ഇന്നലെ പ്രിൻസ് യാദവ് ഇന്നലെ ഒരു 3 ഓവർ എറിഞ്ഞിട്ടും പ്രിൻസ് യാദവിന് വിക്കറ്റ് ഇല്ല എന്നുള്ളത് മാത്രമാണ് ലക്നൗവിൻ്റെ. കാരണം മുംബൈ നന്നായി അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്യുന്നു. അവർ നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ പോലും പ്രിൻസ് യാദവിൻ്റെ ഒരു ബൗളിംഗ് മികവുണ്ട്. അത് ഒരു ഘട്ടത്തിൽ നമുക്ക് മറന്നു പോകാൻ പറ്റാത്തൊരു ഇന്നിങ്സാണ്. കാരണം 3 ഓവർ അദ്ദേഹം എറിയുമ്പോഴും വളരെ ചുരുങ്ങിയ റൺസ് മാറ്റം 24 റൺസ് മാത്രമാണ് അദ്ദേഹം വഴങ്ങിയിട്ടുള്ളൂ എന്നുള്ളത്. പ്രിൻസ് യാദവിൻ്റെ ഒരു പ്രകടനം അത് ഈ ഒരു IPL അത്യാവശ്യം ലക്നൗ ഇങ്ങനെയൊക്കെ തോറ്റു പോകുന്നുണ്ടെങ്കിലും പ്രിൻസ് യാദവിൻ്റെ ഒരു പ്രകടനം എപ്പോഴും കുറച്ച് ബെസ്റ്റായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ലക്നൗവിനെ കുറിച്ച് പ്രധാനപ്പെട്ട ഒരു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഋഷഭ് പന്താണെങ്കിലും നമുക്ക് നന്നായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെയാണ് മുംബൈ ഇന്ത്യൻസിൽ ഇപ്പോൾ ഇന്നലെ ഹാർദിക് പാണ്ഡ്യ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ നേരത്തെ പറഞ്ഞ പോലെ ഇത് പരിക്കാണെന്ന് പറയുന്നു. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായി വരുന്നു. അത് മുംബൈക്ക് വീണ്ടും ഒരു വിജയത്തിലേക്ക് വഴി തുറക്കുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈയോട് തോൽക്കുന്നു. അതായത് ഒരു എൽ ക്ലാസിക്കോ തോറ്റു വരുന്ന 2 എൽ ക്ലാസിക്കോകൾ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നു. രോഹിത് ശർമ്മക്ക് തിരിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ പക്ഷേ നമുക്ക് ഏറ്റവും സങ്കടകരമായത് ഒരു ഇന്ത്യൻ ക്രിക്കറ്റിനെ കുറിച്ച് സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ആ ഒരു ഫോം കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. തിലക് വർമ്മ ഒരു സെഞ്ചുറി അടിച്ച് വലിയ പ്രതീക്ഷ നൽകിയൊരു മത്സരം ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ അതും അദ്ദേഹം നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അതായത് തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ഒക്കെ പെർഫോം ചെയ്യുക എന്നുള്ളത് മുംബൈക്ക് മാത്രമല്ല അത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളതാണ്. പക്ഷേ അതുണ്ടാകുന്നില്ല എന്നുള്ളത് ഇന്ത്യൻ ടീമിന് ഭാവിയിൽ ഒരു ഇന്ത്യൻ ടീമിനും അതൊരു ഒരു മോശം ഘടകമായി മാറുന്നു എന്നുള്ളതാണ്. അത് മീൻസ് പുതിയ എത്രയോ ആളുകൾ അല്ലല്ല നമ്മൾ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് സൂര്യകുമാർ യാദവ് വരണം, തിലക് വർമ്മ വരണം എന്നുള്ളത്. എന്തായാലും അവരുടെ ഒരു തിരിച്ചുവരവ് കംബാക്ക് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഇനി അടുത്ത മത്സരം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.